അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വേനലും മഴയും ഒന്നിച്ചതോടെ കഫക്കെട്ട് പതിവായോ? അകറ്റാൻ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഒട്ടും പ്രവചനാതീതമായ കാലാവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. രാവിലെ നല്ല ചൂടാണെങ്കിൽ വൈകിട്ട് നല്ല ഇടിയും മഴയുമാണ്. ഇത്തരത്തിൽ മഴയും വെയിലും ഒന്നിച്ച് ദിവസങ്ങളോളം നിൽക്കാൻ തുടങ്ങിയതോടെ പലർക്കും കഫക്കെട്ടും തുമ്മലും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം രക്ഷ നേടാൻ കഫക്കെട്ട് കുറയ്ക്കാനും എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്ന് നമുക്ക് നോക്കാം. ധാരാളം വെള്ളം കുടിക്കുക. ധാരാളം വെള്ളം കുടിക്കുന്നത് കഫം നേർപ്പിക്കാനും എളുപ്പത്തിൽ പുറന്തള്ളാനും സഹായിക്കും. ദിവസവും കുറഞ്ഞത് 8 മുതൽ 10 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക. പുതിന, ഇഞ്ചി ചായ എന്നിവ തൊണ്ടവേദന കുറയ്ക്കാനും കഫം ഇല്ലാതാക്കാനും സഹായിക്കും. ചിക്കൻ അല്ലെങ്കിൽ വെജിറ്റബിൾ സൂപ്പ് കുടിക്കുന്നത് കഫം അയഞ്ഞു വരാൻ സഹായിക്കും. ആവി പിടിക്കുക. ആവി പിടിക്കുന്നത് കഫം അയഞ്ഞു വരാനും പുറത്തു പോകാനും സഹായിക്കും. ഒരു പാത്രത്തിൽ ചൂടുവെള്ളം എടുത്ത് യൂക്കാലിപ്റ്റസ് ഓയിലോ അല്ലെങ്കിൽ മെന്തോൾ ഓയിലോ ചേർത്ത് ആവി പിടിക്കുക. വീട്ടിൽ ഹ്യൂമിഡിഫയർ ഉപയോഗിച്ച് അന്തരീക്ഷത്തിലെ ഈർപ്പം കൂട്ടുക. ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ ആവി ശ്വസിക്കുക. തേനും നാരങ്ങയും. തേനും നാരങ്ങയും ചേർത്ത മിശ്രിതം തൊണ്ടവേദന കുറയ്ക്കാനും കഫം ഇല്ലാതാക്കാനും സഹായിക്കും. ചെറു ചൂടുവെള്ളത്തിൽ തുല്യ അളവിൽ തേനും നാരങ്ങയും നീരും ചേർക്കുക. ഈ മിശ്രിതം ദിവസവും പലതവണ കുടിക്കുക. ഇഞ്ചി. ഇഞ്ചിക്ക് വീക്കം കുറയ്ക്കാനുള്ള ഗുണങ്ങളുണ്ട്. ഇത് കഫ ഉൽപാദനം കുറയ്ക്കാൻ സഹായിക്കും. ഇഞ്ചി ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുക. ഇഞ്ചി ജ്യൂസ് കുടിക്കുക അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ചേർക്കുക. കൂടുതൽ ഗുണങ്ങൾക്കായി നിങ്ങളുടെ ഭക്ഷണത്തിൽ പുതിയ ഇഞ്ചി ചേർക്കുക. മഞ്ഞൾ. മഞ്ഞളിൽ വീക്കം കുറയ്ക്കാനുള്ള ഗുണങ്ങളുണ്ട്. കഫ ഉൽപാദനം കുറയ്ക്കാൻ ഇത് സഹായിക്കും. മഞ്ഞൾപ്പൊടി ചെറു ചൂടുവെള്ളത്തിലോ പാലിലോ കലക്കി കുടിക്കുക. നിങ്ങളുടെ ഭക്ഷണത്തിൽ മഞ്ഞൾപ്പൊടി ചേർക്കുക. സപ്ലിമെന്റുകൾ കഴിക്കുന്നതിന് മുമ്പ് ഡോക്ടറുടെ ഉപദേശം തേടുക. ഉപ്പിട്ട വെള്ളം കവിൾ കൊള്ളുക. ഉപ്പിട്ട വെള്ളം കവിൾ കൊള്ളുന്നത് തൊണ്ടയിലെ വീക്കവും കഫവും കുറയ്ക്കാൻ സഹായിക്കും. 8 ഔൺസ് ചെറു ചൂടുവെള്ളത്തിൽ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. ദിവസത്തിൽ പലതവണ കവിൾ കൊള്ളുക. ആപ്പിൾ സിഡർ വിനാഗിരി. ആപ്പിൾ സിഡർ വിനാഗിരി കഫ ഉൽപാദനം കുറയ്ക്കാൻ സഹായിക്കുന്നു. 8 ഔൺസ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ ആപ്പിൾ സിഡർ വിനാഗിരി ചേർക്കുക. ഈ മിശ്രിതം ദിവസത്തിൽ പലതവണ കുടിക്കുക. വെളുത്തുള്ളി. വെളുത്തുള്ളിയിൽ ആന്റി മൈക്രോബിയൽ ഗുണങ്ങൾ കഫത്തിന് കാരണമാകുന്ന അണുബാധയെ ചെറുക്കാൻ സഹായിക്കുന്നു. നിങ്ങളുടെ ഭക്ഷണത്തിൽ പുതിയ വെളുത്തുള്ളികൾ ചേർക്കുക. സപ്ലിമെന്റുകൾ കഴിക്കുന്നതിന് മുമ്പ് ഡോക്ടറുടെ ഉപദേശം തേടുക. യൂക്കാലിപ്റ്റിക് ഓയിൽ. യൂക്കാലിപ്റ്റിക് ഓയിൽ കഫം ഇളക്കുന്ന ഗുണങ്ങളുണ്ട്. ഡിഫ്യൂസറിൽ കുറച്ച് തുള്ളികൾ യൂക്കാലിപ്റ്റിക് ഓയിൽ ഒഴിക്കുക. യൂക്കാലിപ്റ്റിക് ഓയിൽ ഏതെങ്കിലും കാരിയർ ഓയിലുമായി ചേർത്ത് നെഞ്ചിലോ മൂക്കിലോ പുരട്ടുക. ചൂടുവെള്ളത്തിൽ യൂക്കാലിപ്റ്റിക് ഓയിൽ ചേർത്ത് ആവി പിടിക്കാവുന്നതാണ്. വിശ്രമം. ധാരാളം വിശ്രമം എടുക്കുന്നത് രോഗത്തിൽ നിന്ന് കരകയറാനും കഫ ഉൽപാദനം കുറയ്ക്കാനും ശരീരത്തെ സഹായിക്കും. രാത്രിയിൽ 7 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങുക. പകൽ സമയത്ത് വിശ്രമിക്കാനും റിലാക്സ് ചെയ്യാനും ഇടവേളകൾ എടുക്കുക. ഈ നാടൻ വഴികൾ കഫം കുറയ്ക്കാനും ശ്വാസകോശ സംബന്ധമായ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും. എന്നിരുന്നാലും ലക്ഷണങ്ങൾ നിലനിൽക്കുകയോ കൂടുതൽ വഷളാകുകയോ ചെയ്യുകയാണെങ്കിൽ ശരിയായ രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമായി ഒരു ഡോക്ടറെ സമീപിക്കുക. ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.